യു.എസും പലസ്തീൻ രാജ്യത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ? പ്രമുഖ ഇസ്രായേലി മാധ്യമം ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യു.എസ്. നിർദ്ദേശം പലസ്തീനികളെ മുനമ്പിൽ തന്നെ തുടരാൻ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. പലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള പാത സൃഷ്ടിക്കുന്നതിന് ഇത് വഴിയൊരുക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ ആഴ്ച ആദ്യം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ കൂടുന്നതിൻ്റെ ഭാഗമായാണ് ഏതാനും അറബ് മുസ്ലിം രാജ്യങ്ങളുമായി യു.എസ്. 21 പോയിൻ്റ് വരുന്ന രേഖ പങ്കിട്ടത്. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നത് മുതൽ ഹമാസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നത് വരെയുള്ള വിവിധ നിർദ്ദേശങ്ങൾ ഇതിലുണ്ടെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ പലസ്തീനികളെ ഗാസയിൽ തന്നെ തുടരാൻ അനുവദിക്കുന്ന തീരുമാനം ട്രംപ് ഭരണകൂടത്തിൻ്റെ ഈ വിഷയത്തിലെ ഒരു പ്രധാന മാറ്റമായിട്ടാണ് വിലയിരുത്തുന്നത്. ഫെബ്രുവരിയിൽ ട്രംപ് യു.എസ്. ഗാസ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ഏകദേശം 2 ദശലക്ഷം വരുന്ന മുഴുവൻ ആളുകളെയും സ്ഥിരമായി മാറ്റിപ്പാർപ്പിക്കുന്നതിനെക്കുറിച്ചും സംസാരിച്ചത് ലോകത്തെ അമ്പരപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ തീവ്ര വലതുപക്ഷ സഖ്യ പങ്കാളികൾക്കിടയിലും ഗാസയിലെ ജനങ്ങളുടെ സ്വമേധയാ ഉള്ള കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സജീവമായി പ്രവർത്തിച്ച കൂടുതൽ മിതവാദികളായ ഇസ്രായേൽ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ പോലും ട്രംപിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു. എന്നാൽ ഈ ഉട്ടോപ്യൻ നിർദ്ദേശങ്ങളുമായി മുന്നോട്ടു പോകാൻ ട്രംപ് പോലും പിന്നീട് താൽപ്പര്യം കാണിച്ചില്ല. ഗാസയുടെ പുനർവികസനം പുരോഗമിക്കുകയും പലസ്തീൻ അതോറിറ്റിയുടെ പരിഷ്കരണം പൂർത്തീകരിക്കുകയും ചെയ്ത ശേഷം ഭാവിയിലെ പലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള ഒരു സാധ്യത ട്രംപ് തുറന്നിടുന്നുണ്ട്. ഇത് ട്രംപ് ഭരണകൂടത്തിൻ്റെ നയത്തിൽ നിന്നുള്ള ഒരു പ്രധാന വ്യതിയാനമായി വിലയിരുത്തുന്നു. പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ഈ നിബന്ധനകൾ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ യു.എസ്. പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ വരും ദിവസങ്ങളിൽ മാറ്റം വരുത്താനും സാധ്യതയുണ്ട്. ഇതിൽ ഇസ്രായേൽ വളരെക്കാലമായി ആവശ്യപ്പെടുന്ന ഹമാസിൻ്റെ നിരായുധീകരണം പോലുള്ള വ്യവസ്ഥകളും ഉൾപ്പെടുന്നതായി ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ ഇസ്രായേൽ ഗാസയിൽ ആക്രമണം ശക്തമാക്കി. ഗാസ സിറ്റി പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ. ഗാസ സിറ്റിയിൽ ഇസ്രായേൽ സേന വ്യാപകമായ ആക്രമണമാണ് നടത്തുന്നത്. ഗാസയിൽ ലക്ഷ്യം നേടും വരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം. എന്നാൽ ഗാസയിൽ ഉടൻ വെടിനിർത്തൽ ഉണ്ടാകുമെന്നാണ് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിൻ്റെ ഭാഗമാക്കാൻ അനുവദിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ആയുധം കൈവെടിയണമെന്ന പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിൻ്റെ ആഹ്വാനം അതിനിടെ ഹമാസ് തള്ളി. പോരാട്ടം പലസ്തീൻ ജനതയുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണെന്ന് ഹമാസ് പറഞ്ഞു. ഹമാസ് മഹ്മൂദ് അബ്ബാസിനെ വിമർശിക്കുകയും ചെയ്തു. പലസ്തീൻ ജനതയുടെ സ്വയംനിർണയാവകാശത്തെ ഹനിക്കുന്നതാണ് മഹ്മൂദ് അബ്ബാസിൻ്റെ നിലപാടെന്നും ഹമാസ് ആരോപിച്ചു.